എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാംസിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ട് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ലോങ് വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ധാരാളം വീഡിയോസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. 2200 പഴം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ എക്സ് അങ്ങ് റൈറ്റ് സൈഡിൽ പോയി സംഖ്യയല്ല ഒരു സൈഡിലാക്കും. അതായത് ഇവിടെ നമുക്ക് ഈ എക്സ് ഇങ്ങിപ്പുറം വരുമ്പോൾ -x എന്നുള്ളത് +x ആകും റൈറ്റ് സൈഡിൽ. ഇതിങ്ങിപ്പുറം വരുമ്പോൾ 7/13/110 എന്നാകും. ഇവിടെ എക്സ് അങ്ങ് റൈറ്റ് സൈഡിൽ പോകും, ഈ സംഖ്യ ഇങ്ങിപ്പുറം വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഈ സംഖ്യ ഇങ്ങിപ്പുറം വരുമ്പോൾ എന്ത് വരും? എക്സ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -x പോസിറ്റീവ് എക്സ് ആകും. അപ്പോൾ ഇവിടെ 7/13/110. 7/13 അത് മൈനസ് വരും ഇപ്പുറം വരുമ്പോൾ 7/13/110. ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന -x അങ്ങ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പോസിറ്റീവ് എക്സ് ആകും. ഇവിടെ റൈറ്റ് സൈഡിലുണ്ടായിരുന്ന 7/13/110 ഇപ്പുറം വരുമ്പോൾ -7/13/110. ഇനി സംഖ്യകൾ ക്രിയേറ്റ് ചെയ്യുക, പൂർണ്ണസംഖ്യകൾ. 6 + 13 -7 -7. പിന്നെയുള്ള ഫ്രാക്ഷൻസ് എഴുതുക. 7/11 + 15/22 -7/3/55 -13/110. അപ്പൊ ഇത് എല്ലാം കൂടെ ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. 19 - 14 5. 5 പിന്നെ ഈ ഫ്രാക്ഷനിലെല്ലാം ഡിനോമിനേറ്ററിൽ 11 അതിന്റെ കോമൺ ഫാക്ടർ ആക്കി വെളിയിലെടുക്കാം. 1/11 ഇൻറ്റു ഇവിടെ 7/1 11 1 11 പ്ലസ് 15 ഇൻറ്റു ഇവിടെ ഡിനോമിനേറ്റർ 22 11 2 22 2 മൈനസ് 3 ഇവിടെ 55. അപ്പൊ 11 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര ഉണ്ട്? 11 5 55 മൈനസ് 13/11 10 110. ഇത് ചെയ്തു വരുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും. 5 + 1/11 ഇൻറ്റു ഇവിടെ 2ന്റെയും 5ന്റെയും 10ന്റെയും കൂടെ LCM 10 കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് 7 ഗുണം ഇവിടെ ഛേദം എത്ര? 1. 1ന്റെ കൂടെ എത്രയും കൂടെ ഗുണിച്ചാൽ LCM കിട്ടും 10 പ്ലസ് 15 ഗുണം ഇവിടെ ഛേദം 2 2ന്റെ കൂടെ 5 ഗുണിക്കുക, നേരെ LCM കിട്ടും 10 മൈനസ് 3 ഗുണം ഛേദം ഇവിടെ 5 ആണ്, 5 ഗുണം 2 മൈനസ് 13 ഇവിടെ 10 തന്നെ ആയതുകൊണ്ടൊന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഛേദം ഒരുപോലെ ആക്കാൻ 5 + 1/11 ഇൻറ്റു 7 × 10 70 പ്ലസ് 75 -6 - 13/10 5 + 1/11 ഇൻറ്റു 145 മൈനസ് 19/10 5 + 1/11 ഇൻറ്റു 126/10 126/10 നമുക്ക് കട്ട് ചെയ്യാം 2 വെച്ച് 63/5. അതായത് 5 + 63/11 55. ഈ 63/55 സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 55 + 8 എന്ന് എഴുതാം. 5 + 55 + 8/55. ഇവിടെ /55 ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം നമുക്ക്. 5 + 55/55 + 8/55. ഈ 55 വെച്ച് ഇതിനെ 2നെ ഹരിക്കുക. അതായത് 5 + 55/55 എന്ന് പറയാൻ 1 പ്ലസ് 8/55. അതായത് 5 + 1 എത്ര? 6. 6ഉം 8/55. ഓപ്ഷൻ സി ആണ് ഉത്തരം. എക്സ് ഒരു സൈഡിൽ റൈറ്റ് സൈഡിൽ കൊണ്ടുപോവാ, ബാക്കിയെല്ലാം ലെഫ്റ്റ് സൈഡിലാക്കുക. പിന്നെ LCM വെച്ച് ചെയ്യുക. മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നം ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. ഇത് 3 2 അതായത് ഇത് രണ്ടും കൂടെ ഗുണിക്കുക ക്രോസിന്. 3 ഗുണം 2 പ്ലസ് മുകളിലുണ്ടായിരുന്ന 1/2 അതായത് 6 + 1/2 സമം 7/2 കിട്ടും. 7/2. ഇനി 2 3 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 ക്രോസിന് എടുക്കുക പ്ലസ് 1/3. ഇപ്പൊ 2 × 3 എത്ര? 6 + 1/3 അതായത് 7/3 കിട്ടും. 7/2 ഇത് 7/3. ഇനി ഇത് അതുപോലെ 5 × 2 മനക്കണക്കായിട്ടും ചെയ്യാം. 5 × 2 10 + 1 5 × 2 + 1/2 അതായത് 10 + 1 11/2. ഇനി 1 2/3 നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ക്രോസിന് എടുക്കാം. 1 × 3 പ്ലസ് 2 ഹോൾ ബൈ 3 അതായത് 1 × 3 എത്ര? 3 3 പ്ലസ് 2 5 5/3.
അപ്പൊ നമുക്കിത് ചെയ്യാം. 3 2 പകരം എത്ര എഴുതാം? സമം 7/2. 2 6 1 7/2. അങ്ങനെ നോക്കിയാലും മതി. 2 3 6 1 7 7/3. ഇത് രണ്ടും കൂടെ ഗുണിക്കുക, ഇത് കൂട്ടുക. -1/3 ബൈ 5 2 എങ്ങനെ മാറ്റാം? 5 2 ഇവിടെ ഗുണിക്കുക. 5 × 2 10 + 1, അതായത് 11/2 ഇൻറ്റു 5/11 മൈനസ് ഇത് രണ്ടും കൂടെ ഗുണിക്കുക, ഇത് കൂട്ടുക. 1 × 3 3 + 2 5/3. ഇതിവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ മുകളിലത്തെ നമ്പർ കൂടെ കൂട്ടുക. അതായത് 2 3 3 അതിൻ്റെ LCM എഴുതുക. 2 3 3ന്റെ LCM എത്ര വരും? 3 2 1 1, അതായത് 6 വരും LCM. മുകളിലത്തെ LCM 6. അപ്പൊ ഇവിടെ ഒരു 7 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഛേദം 2ആണ്. 2ന്റെ കൂടെ എത്രയും കൂടെ ഗുണിച്ചാൽ LCM കിട്ടും. 3 കൂടെ ഗുണിച്ചാൽ -7. ഇവിടെ ഛേദം 3 ആണ്. 3ന്റെ കൂടെ 2 കൂടെ ഗുണിക്കണം. മൈനസ് ഇവിടെ 1. ഇവിടെ ഛേദം 3 ആണ്. 3ന്റെ കൂടെ 2 കൂടെ ഗുണിക്കണം. ബൈ ഇവിടെ അതുപോലെ ഈ 11 കട്ടായി പോയാൽ 5/2 മൈനസ് 5/3. 2 3 ആകുമ്പോൾ വേറെ കോമൺ ഫാക്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ LCM 6 തന്നെ വരും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സമം 21/21 മൈനസ് 14 മൈനസ് 2/6 ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ LCM എത്ര? ഇതെല്ലാം സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാം നമുക്ക്. 5/2 മൈനസ് 5/3. അപ്പൊ ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പ്രത്യേക കോമൺ ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 15 5 × 3 15 മൈനസ് 10/6, അതായത് 5/6. അപ്പൊ ഇവിടെ എത്ര വരും? 5/6 വരും. ഡിനോമിനേറ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 5/6 വരും. ഇവിടെ എത്ര വരും? 21 മൈനസ് 14 മൈനസ് 2 21 മൈനസ് 14 മൈനസ് 2 -16. അപ്പൊ 21 മൈനസ് 16 എന്ന് പറഞ്ഞാൽ 5/6/5/6 എന്ന് വരും. അതായത് 1 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം, 1. ഈ മിശ്ര ഭിന്നത്തെ എല്ലാം അങ്ങ് വിഷമഭിന്നം ആക്കണം. 3 2 എന്ന് പറഞ്ഞാൽ 3 × 2 + 1, അതായത് 6 + 1 7/2 മൈനസ് 2 × 3 6 + 1 7/3 മൈനസ് 1/3 അങ്ങനെ തന്നെ എഴുതി. ബൈ ഇവിടെ ഇത് എത്ര വരും? ഇതെങ്ങനെ വരുക? 5 × 2 + 1/2 11/2 ഇൻറ്റു 5/11. അപ്പൊ ആ 11 ക്യാൻസൽ ആക്കിയിട്ട് പിന്നെ 5/2 വരും അവിടെ. മൈനസ് ഇതെങ്ങനെ ചെയ്യും? മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നം ആക്കുക. അപ്പൊ അങ്ങനെ വരും 1 × 3 + 2, അതായത് 3 + 2 5/3. 1 × 3 പ്ലസ് മുകളിലുണ്ടായിരുന്നു 2. അപ്പൊ ഇവിടെ നമുക്ക് 11 ക്യാൻസൽ ആയി. ഇപ്പൊ ഇവിടെ 6 ആണ് LCM വരും. 2ന്റെ 3ന്റെ 3ന്റെ 6 LCM ഇട്ടു. ഇവിടെ 7 ഗുണം ഈ ഛേദം 2ന്റെ കൂടെ LCM 6 കിട്ടണമെങ്കിൽ 3 ഗുണിക്കണം. 7 × 3 മൈനസ് 7 ഗുണം ഇവിടെ 3 ആണ്. 3ന്റെ കൂടെ 2ഉം കൂടെ ഗുണിച്ചാലേ LCM കിട്ടും 6. 7 × 2 മൈനസ് ഇവിടെയും ഛേദം 3 ആണ്. അപ്പൊ 1 × 2/6. ഇനി ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ വരുമ്പോ പ്രത്യേക കോമൺ ഫാക്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കുറച്ചാൽ മതി. 5 × 3 മൈനസ് 2 × 5/6 2 × 3, അതായത് 15 മൈനസ് 10/6 5/6. 5/6 മുകളിലത്തത് ഡിവൈഡഡ് ബൈ 5/6 1 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഭിന്നസംഖ്യകൾ ഫ്രാക്ഷൻസിന്റെ ലോങ് വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ മിശ്ര ഭിന്നം എന്താണ്, സാധാരണ ഭിന്നം എന്താണ്, വിഷമ ഭിന്നം എന്താണ്, മിക്സഡ് ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, അതായത് മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നം എങ്ങനെയാക്കും, വിഷമ ഭിന്നത്തെ തിരിച്ച് മിശ്ര ഭിന്നമായിട്ട് എങ്ങനെ എഴുതാം, അങ്ങനെയുള്ളതെല്ലാം വിശദമായിട്ടൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ശ്രീമാസിൽ ഫ്രാക്ഷൻസ് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. 3 സംഖ്യകളുടെ ഗുണനഫലം 100 ഇവ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 3 ആണ്. അപ്പം 3 സംഖ്യകളുടെ ഗുണനഫലം 100 വരുന്ന കുറേ സെറ്റുകളാണ്. ഇത്രയും സെറ്റുകളാണുള്ളത്. അതിൽ കൂട്ടുമ്പോൾ അവസാനത്തെ അക്കം 3 വരുന്ന 2 1 53. അപ്പൊ ഇതിലെ രണ്ടാമത്തെ വലിയ സംഖ്യ എന്ന് ചോദിച്ചേക്കുന്നത് അപ്പൊ 2 ആണ്. 1 2 50. ഏറ്റവും വലിയ സംഖ്യ 50, രണ്ടാമത്തെ വലിയ സംഖ്യ 2. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത്രയും സെറ്റുകളാണ് വരുന്നത്. ഗുണിക്കുമ്പോൾ 100 വരുന്നത്. അതായത് ഇതിലെ 1 2 50 ആണ്. കൂട്ടുമ്പോൾ 53 അവസാനത്തെ സംഖ്യ
3 പേര്. അപ്പോൾ അതിലെ രണ്ടാമത്തെ വലിയ സംഖ്യ 1, 2, 50 ഏറ്റവും വലിയ സംഖ്യ ഒന്നാമത്തെ വലിയ സംഖ്യ 50, രണ്ടാമത്തെ വലിയ സംഖ്യ 2, 2 ഓപ്ഷൻ എ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. 2200 പരം PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശ്രീമാത്സിൽ 2200 പരം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.